അതല്ലെങ്കിൽ ഇന്നാൽ ഇന്ന പ്രതിഫലം, ഇതിനേക്കാൾ പരിശുദ്ധ ഖുർആനേക്കാൾ പ്രതിഫലം ഇന്ന ദിക്ർ ചെല്ലുന്നതിലുണ്ട്, ഇന്ന സ്വലാത്തുന്നതിലുണ്ട്, ഇന്ന മാല ഓതുന്നതിലുണ്ട്, ഇന്ന പ്രവർത്തനത്തിലുണ്ട്. അല്ലാഹു അക്ബർ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇനിയിപ്പൊ മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ഇവര് ഖുർആൻ ഓതാതിരിക്കുക. ഫാത്തിഹയെങ്കിലും പഠിക്കും. ഖുർആന് ചെറിയ സൂറത്തുകൾ പഠിക്കണം. ചുരുങ്ങിയത് സൂറത്തുൽ ഫജ്ർ മുതൽ സൂറത്തുൽ ഹാഷിയ, സൂറത്തുൽ ഫജ്ർ പോലെയുള്ള അവിടെ നിങ്ങളുടെ താഴേക്ക് റബ്ബിന്നാസ് വരെയെങ്കിലും പഠിക്കണം. ഖുർആനിൽ ചെറിയ സൂറത്തെങ്കിലും മനപ്പാടം വെക്കണം. അല്ലെങ്കിൽ പൊളിഞ്ഞു പോയ വീട് പോലെയാണ് നമ്മൾ, ശൂന്യമായ വീട് പോലെയാണ് നമ്മൾ. ശൂന്യമായ പൊളിഞ്ഞ വീടുകളിൽ എന്താണ്, എല്ലാം കേറിക്കൂടാൻ സാധ്യതയുണ്ട്. ഇരുളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പൊളിഞ്ഞ വീട്, ശൂന്യമായ വീട്ടിൽ എപ്പോഴും ഇരുളായിരിക്കും, പ്രകാശം തീരെ ഉണ്ടാവില്ല. അതിലേക്ക് മൃഗങ്ങൾ കയറാൻ സാധ്യതയുണ്ട്, വന്യമൃഗങ്ങൾ കയറാൻ, പലതും കയറാൻ സാധ്യതയുണ്ട്. കള്ളുടിയന്മാർ കയറിയിട്ട് അവിടെ കള്ളു കുടിക്കും, ചീട്ട് കളിക്കുന്നവർ ചീട്ട് കളിക്കും. ഒഴിഞ്ഞ ശൂന്യമായ വീടുമായിട്ടാണ് ഖുർആൻ തീരെ പഠിക്കാത്തവരെ സംബന്ധിച്ചിട്ട് ഹദീസ് പറയുന്നത്, മുത്തുനബി ഉപമിച്ചിട്ടുള്ളത്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. ചോദനം ഖുർആൻ ഓതുമ്പോൾ അദബ്, ബാഹ്യമായിട്ടുള്ള കുറച്ച് അദബുകൾ, 5 അദബുകളുണ്ട്. ആന്തരികമായിട്ടുള്ള 5 അദബുകളുണ്ട്. ചില കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ എന്നോട് പലരും പറഞ്ഞു, ഉസ്താദ ഇന്ന കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. കോളേജിന്റെ പേരൊന്നും ഞാൻ പറയണില്ല. അപ്പൊ ഇന്ന കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. പഠിക്കുന്ന ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങളെ കൊണ്ട് ഖുർആൻ ഓതി പലപ്പോഴും എനിക്ക് വലിയ ശുദ്ധിയാവും. ഒരാളല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. വലിയ ശുദ്ധിയാവുമ്പോഴും ഞാൻ പറയും വലിയ ശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു. പഠിക്കുന്നതിന് കുഴപ്പമില്ല, ഓതിക്കോളി എന്ന് പറയും. അങ്ങനെയല്ല, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട്, ഞാനൊക്കെ പഠിച്ചതനുസരിച്ചിട്ട് വലിയ കുട്ടികളൊക്കെ ഓതുമ്പോൾ എന്ത് വേണം, ചെറിയ കുട്ടികൾക്കും ഒക്കെ, വലിയ കുട്ടികളൊക്കെ ഓതുമ്പോൾ ഒക്കെ ആ ശുദ്ധി വേണം. വലിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ ഓതാതിരിക്കണം, ഓതരുത്. വലിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയിനാ ഷഫീഇനാ ഹബീബിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി വസല്ലി അലാ ജമീഇൽ അൻബിയാഇൽ മുർസലീൻ വഅലാ മലായികതിൽ മുഖറബീൻ വഅലാ ഇബാദില്ലാഹി അസ്സാലിഹീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. എന്റെ ശബ്ദം കേൾക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാര്, സഹോദരന്മാര്, സഹോദരികളെ, കൊച്ചനുജന്മാര്, അനുജത്തിമാര്, എല്ലാവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളിലേക്ക് ഈ വീഡിയോയുമായി വന്നത്, ഇതിനു മുന്നേ ഒരു ലൈവ് ചെയ്തിരുന്നു. നമ്മുടെ ഈ പ്രകൃതി ദുരന്തത്തോടനുബന്ധിച്ച് നമ്മൾ വിശ്വാസികളായിരിക്കെ എന്തെല്ലാം ചെയ്യണം, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ലൈവ് കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിരുന്നു, പരിശുദ്ധ ഖുർആനോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞിരുന്നു. പലരും ഈ വിഷയത്തില് പരിശുദ്ധ ഖുർആൻ ഓതുന്ന രംഗത്ത് പല നിസ്കരിക്കുന്ന ആളുകളും, 5 വഖ്ത് നിസ്കരിക്കുന്നവര്, ഫർദ് നോമ്പനുഷ്ഠിക്കുന്നവര്, സുന്നത്തായ ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം ചെല്ലുന്ന ആളുകൾ. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുമാറാണ് പലരുടെയും സോഷ്യൽ മീഡിയയിലുള്ള സംസാരങ്ങളും മറ്റും. അപ്പൊ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, അത് ഓതുന്നതിന്റെ മഹത്വത്തെ സംബന്ധിച്ചും, അത് ഓതാതിരുന്നാലുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചും ലഘുവായ, വളരെ ചെറിയതായ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എത്ര സംസാരിച്ചാലും തീരൂല. കാരണം അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. പക്ഷെ ചെറിയ പോയിന്റ്സുകൾ മാത്രമേ നമ്മൾ ഇവിടെ വെക്കുന്നുള്ളൂ. അള്ളാഹ് അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇത് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹ് നമ്മളെ കൊടുത്തിട്ട് നമ്മളെ കഴിഞ്ഞു പോയ പാവം കൊടുത്തു. ഹദീസിൽ കാണാൻ സാധിക്കും, മൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫീഹി. ആർക്കെങ്കിലും ഒരു സ്നേഹിതന് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹ് മതിയായവൻ.
ഒമൻ ആറാത വാഴലൻ, ഇനി ഒരാൾക്കൊരു ഉപദേശം ചെയ്യുന്ന ഒരു ഉപദേശിയെ ആവശ്യമുണ്ടെങ്കിൽ, വഴല് പറയിടാൻ ആവശ്യമുണ്ടെങ്കിൽ, ഫൽ മൗത്ത് കിരി, അവന് മരണം മതിയായിരുന്നു. മരണത്തെ ആലോചിച്ചാൽ അത് തന്നെ അവനക്കൊരു ഉപദേശിക്കും. എന്നിട്ട് അതിൽ പറയുന്നു മൻ അറാദ മൂനിസൻ, ഇനി ആർക്കെങ്കിലും ഒരു നേരം പൂക്കുകാരൻ ആവശ്യമുണ്ട്, ഫൽ ഖുർആൻ യക്ഫീഹി, അവന് ഖുർആൻ മതിയായതാണ്. അവന് കവാലി പാട്ടുകളല്ല, ഗസൽ സോങ്സ് അല്ല, അവന് മാപ്പിളപ്പാട്ടുകളല്ല, സിനിമാ ഗാനങ്ങളല്ല, മ്യൂസിക്കുകളല്ല, ഇതൊന്നുമല്ല. നേരം പോക്കുകാരൻക്ക് മതിയാവാൻ പരിശുദ്ധ ഖുർആനും. ഇതുകൊണ്ട് മറ്റ് ഹലാലായ ആസ്വാദനങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞു. പക്ഷെ പരിശുദ്ധ ഖുർആനിനെ ഇപ്പൊ നേരത്തെ ഞാൻ വിവരിച്ച ഈ കാര്യങ്ങളെക്കാൾ ബാക്കിലാണ് ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ, പിന്നിലാണ് മനസ്സിലാക്കണമെങ്കിൽ, അത് അവന്റെ അന്ത്യം വളരെ മോശമാവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവും? അതായത് ഗാനങ്ങളെക്കാളും മറ്റുള്ള കാര്യങ്ങളെക്കാൾ പരിശുദ്ധ ഖുർആനിന് അവൻ നേരം പോക്കായി കാണുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും പരിശുദ്ധ ഖുർആൻ ബാക്കിലാണ്, പിന്നിലാണ് അവൻ കാണുന്നത്. അവന് ഒന്നും ലഭിക്കാനില്ല. അന്ത്യം മോശമാവെന്ന് പേടിക്കണം. അതിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെയധികം സ്ഥാനമുണ്ട്. ഒന്ന് അള്ളാന്റെ കലാമാണത്. പ്രവാചകൻ അല്ലാഹു തആല അവനെ അറിയാനും ഇബാദത്ത് ചെയ്യാനാണ് ചരാചരം സൃഷ്ടിച്ചത്. അതിലേക്കായി ആ സന്ദേശം അറിയിക്കാൻ പ്രവാചകന്മാരെ മുഅ്ജിസത്തുകളുമായി പറഞ്ഞു വെച്ചു, ഇതിനുമായി പറഞ്ഞു വെച്ചു. അതിൽ നമ്മൾക്ക് അന്ത്യപ്രവാചകനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾക്ക് അല്ലാഹു തആല നബിയായി റസൂലായി പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നമ്മൾക്കായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മൾക്കായിട്ട് അല്ലാഹു തആല മുന്നിൽ വെച്ച ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഹാദാ കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. വ കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. പരിശുദ്ധ ഖുർആനോട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അത് ഓതിയാൽ മാത്രം പോരാ. ഇൽമുൽ ഖുർആൻ ഉണ്ട്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആൻ. ഖുർആന്റെ തിലാവത്ത്, ഖിറാഅത്ത്, ഓതൽ, അതിന് തന്നെ വലിയ പുണ്യമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ഇൽമുൽ ഖുർആൻ ഉണ്ട്, ഖുർആന്റെ ഇൽമു മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അമലുൽ ഖുർആൻ ഉണ്ട്, ഖുർആന്റെ അമലുണ്ട്. അതൊക്കെ ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിലാവും? പിന്നെ ഫഹ്മുൽ ഖുർആൻ ഉണ്ട്, ഖുർആനിന്റെ ഫഹ്മുണ്ട്. മനസ്സിലാവും? ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഖുർആനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു യാഥാർത്ഥ്യമാണ്. നാളെ ഖബറിൽ ചെന്നാൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാര്, മൻ നബിയുക, നിന്റെ നബി ആരാണ്. പിന്നെ ഒരു ചോദ്യമുണ്ട്, എന്താണത്? മാ ഇമാമുക, നിന്റെ ഇമാമാണ്. നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോ പള്ളികളത്തെ മുസ്ലിയാരാണ് ഇമാമ, അല്ലെങ്കിൽ അബൂബക്കർ മുസ്ലിയാരാണ് ഇമാം എന്ന് നാളെ പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദിലത്തെ ബുഖാരി മൂപ്പരാണെന്ന് പറയാൻ പറ്റൂല. അവിടെ ഇമാം ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എന്റെ ഇമാമ്. അതായത് ഞാൻ പിന്തുടരുന്നത്, എന്റെ മുന്നിൽ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ തന്നെ മനസ്സിലായി, ഈ പരിശുദ്ധ ഖുർആന് ആണ് അൽ ഖുർആൻ ഇമാമി എന്ന് നാളെ ഉത്തരം പറയണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ മുന്നിലായി ഇവൻ കാണുകയും അറിയുകയും എല്ലാം ചെയ്യണം. അതിന് വലിയ മഹത്വമാണുള്ളത്. ഹദീസിനെ വിട്ടുകൊണ്ട് ഹദീസൊന്നും ഞാൻ സ്വീകരിക്കൂല, പരിശുദ്ധ ഖുർആന് മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള രീതി പാടില്ല എന്ന് മാത്രം. അത് ഖുർആൻ തന്നെ ഉത്ബോധനം ചെയ്യുന്നു. ഹദീസ് വിട്ടുകൊണ്ട്, അതായത് ഈ ഖുർആനിന്റെ ശാരിഹ്, ഖുർആനിന്റെ മുഫസ്സിർ ശരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പരിശുദ്ധ ഖുർആനെ നമ്മുടെ മുന്നിൽ വിവരിച്ചു തന്നത്. അതിന്റെ ആശയവും ആദർശവും റസൂലുള്ളാഹി പറഞ്ഞു തന്നത്. അത് ഹദീസിലൂടെ നമ്മൾ കിട്ടും. ഹദീസ് ഒഴിവാക്കിയിട്ട് ഒരു ഖുർആൻ അഹ്ലുൽ ഖുർആൻ എന്നാണ് അവരെ പറയാ, അത് പിഴച്ചവരാണ്. മനസ്സിലാവും? ചാകനൂർ മൗലവിയൊക്കെ അതിന്റെ ആളായിരുന്നു, ഇന്നും അതിന്റെ ആളുകളൊക്കെ ഉണ്ട്. മനസ്സിലാവും? അത് പിഴച്ചതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും കമാ ഖാല റസൂലുള്ളാഹി. അള്ളാഹനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അള്ളാന്റെ ആൾക്കാരാണെന്ന് സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവരോട് തങ്ങളെ നബിയെ പറയണം, ഖുൽ, നബിയെ തങ്ങളവരോട് പറയണം, മൻ തുഹിബ്ബൂന, ഖുൽ മൻ തുഹിബ്ബൂന അല്ലാഹ,
ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമോ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കും. നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് കാര്യമില്ല, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കണം. അതിന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക. അത് നമുക്ക് ഹദീസിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിൻപറ്റേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്നു. പക്ഷെ പിൻപറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഹദീസിലൂടെയാണ് നമുക്ക് സഹാബാക്കളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്, ബാക്കിയുള്ള ഇപ്പൊ സംസാരിക്കുന്നില്ല. അതായത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതൽ നമ്മളിൽ നിന്ന് വളരെയധികം പിന്നിലായിക്കണോ എന്ന് സംശയമുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി, ഖുർആൻ ഓതുമ്പോൾ അതിന് ചില അദബുകളുണ്ട്. ആ അദബുകളും നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ചും അതിനെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചും ഹദീസിൽ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മഹാനായ അഹ്മദ് റഹിമഹുല്ല, അതുപോലെ തന്നെ അബൂദാവൂദ് റഹിമഹുല്ല എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ പറഞ്ഞത്. അതിൽ ഹാക്കിം റഹിമഹുല്ല അതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്. സ്വഹഹുൽ ഹാക്കിം. ഏതാണ് ഹദീസ്? അൻ മുആദിൽ ജുഹനി റളിയല്ലാഹു അൻഹു, മുആദുൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ഖാൽ, മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതി, വ അമില ബിമാ ഫീഹി, എന്നിട്ട് ആ ഓതിയ ആയത്തിൽ, ആ ഓതിയ ഖുർആനിൽ നിന്നുള്ള ഒന്നിനെ അവൻ അമൽ ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെങ്കിലും ഒരാൾ ഓതി, പരിശുദ്ധ ഖുർആന്റെ ഒരായത്ത് ഓതി, എന്നിട്ട് അത് അമല് ചെയ്തു എങ്കിലുള്ള പ്രതിഫലം നാം ചിന്തിച്ചു നോക്കണം. ഹദീസിൽ പറയാണ്, വ അമില ബിമാ ഫീഹി, ആ ഖുർആനിലുള്ള ഒന്നുകൊണ്ട് അവൻ അമല് ചെയ്യുകയും ചെയ്തു എങ്കിൽ, ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, അവന്റെ മാതാപിതാക്കളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഒരു കിരീടം ധരിപ്പിക്കും. എങ്ങനത്തെ കിരീടമാണ്? ലൗഹു അഹ്സനു മിൻ ലൗഹി ശംസി ഫീ ബുയൂതി ദുനിയ, ദുനിയാവിലുള്ള വീടുകളില് സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ എത്ര പ്രകാശം വീടിന്റെ ഉള്ളു പ്രകാശിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ പ്രകാശമുള്ള ഒരു കിരീടം അവരുടെ മാതാപിതാക്കൾ അണിയിക്കുന്നത്. ഈ വ്യക്തി ഓതിയതിന് അണിയിക്കുന്നത് മാതാപിതാക്കൾക്ക്. മാതാപിതാക്കൾക്ക് ആരെങ്കിലും ഗുണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്റെ മാതാപിതാക്കൾക്ക് ഇന്നാലിന്റെ ഗുണം കിട്ടുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ പോരാ, ഓതിയ ആ ആയത്തിൽ അമല് ചെയ്തു എങ്കിൽ. ഉദാഹരണം, പരിശുദ്ധ ഖുർആൻ ഒരു ആയത്താണ്, യാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബിയ്യു, അല്ലെങ്കിൽ ഒരു ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഞാൻ എളുപ്പമുള്ള ആയത്ത്, പെട്ടെന്ന് മനസ്സിലാവുന്ന ആയത്ത് അമൽ ചെയ്യാൻ പറ്റില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആയത്താണ്. ആയത്ത് എന്താ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വ മലായികതഹു, അവന്റെ മലക്കുകൾ, യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും ആ പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. അപ്പൊ അത് കേട്ടപ്പോ ഒരാള് അള്ളാഹ് സ്വലാത്ത് എല്ലാം തുടങ്ങി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അപ്പൊ അത് അമൽ ചെയ്ത്, അതാണ് അമൽ ചെയ്ത്. മനസ്സിലായി? അല്ലെ, ഖുൽ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. ഖുർആനിൽ പറയാ, നിങ്ങൾ പറയുക, നിങ്ങളെ മാതാപിതാക്കൾ ദുആ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ 5 വക്തിലും ദുആ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അമൽ ചെയ്തു, അല്ലാഹുവോട് ദുആ എടുക്കുന്നു, റബ്ബ് അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. അങ്ങനെ അമൽ എങ്കിൽ, അങ്ങനെ ഓരോന്നും ഖുർആനിൽ പറഞ്ഞ ഓരോ അമലുകള് നിങ്ങൾ ഇന്നത് പ്രവർത്തിക്കണം, അഖിമുസ്വലാ വാതു സക്കാ, ഉദാഹരണം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു നമ്മളോട് കൽപ്പനകള്, ഈ കൽപ്പനകൾ വരുന്ന ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുൽ ഉദ്കുറുല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിക്കും,
നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നടന്നും നിന്നും ഇരുന്നും കിടന്നും നിങ്ങൾ അള്ളാഹനെ ഓർക്കുക. അപ്പൊ ഒരാൾ അള്ളാഹനെ ഓർക്കാൻ തുടങ്ങി. ഇങ്ങനെ അമല് ചെയ്താൽ ഞാൻ പരിശുദ്ധ ഖുർആനിലാണ് അമല് ചെയ്യുന്നത്. അപ്പോൾ അവന്റെ മാതാപിതാക്കൾക്ക് കിരീടം ധരിപ്പിക്കുന്നു. ഒരൊറ്റ ആയത്തിൽ അമല് ചെയ്തു. അപ്പൊ ഓനിങ്ങനെ അമല് ചെയ്യുന്നതോറും എത്ര പ്രതിഫലം ഉണ്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ഹദീസിൽ പറയുകയാണ്, അപ്പൊ അങ്ങനെയാണ് ഹദീസ്. ലൗകാനത് ഫീകും ഫമാ ദന്നുകും ബില്ലദി അമില ബിഹാദ. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ അമല് ചെയ്ത ആളുടെ മാതാപിതാക്കൾക്ക് ഈ പ്രതിഫലം കിട്ടുകയാണെങ്കിൽ ഇത് ഓരോ ആൾക്കത്തെ പ്രതിഫലം കിട്ടും. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളെ ബാബൻ എന്താണെന്ന് ചോദിക്കുക. അപ്പൊ അതാണ് ഒരു ആയത്തോതി അതിൽ അമല് ചെയ്യും. ഖുർആൻ എപ്പോഴും ഓതുമ്പോ അതിനൊരു പുണ്യുണ്ട്. പക്ഷെ ഓതുന്നതോട് അമല് ചെയ്യുമ്പോൾ അതിന്റെ പുണ്യം മറ്റൊന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. വെറും പരിശുദ്ധ ഖുർആനാണിത്, അള്ളാന്റെ കലാമാണിത് എന്ന് ഓതുമ്പോ തന്നെ പ്രതിഫലം. ഇനി ഇത് നമ്മൾ ഓതുമ്പോ ഒരാളെ മനസ്സിലാക്കാണ് ഇതിനേക്കാൾ പ്രതിഫലം ഇന്നാലിന്ന സ്വലാത്തിനുണ്ട്, ഇതിനേക്കാൾ പ്രതിഫലം ഇന്നാലിന്ന മാല ഓതുന്നതിലുണ്ട്, മാലയുടെ ബെയ്ത്ത് ഓതുന്നുണ്ട്. അതല്ലെങ്കിൽ ഇന്നാലിന്റെ പ്രതിഫലം ഇതിനേക്കാൾ പരിശുദ്ധ ഖുർആനിനേക്കാൾ പ്രതിഫലം ഇന്ന ദിക്ർ ചെല്ലുന്നതിലുണ്ട്, ഇന്ന സ്വലാത്തിലുണ്ട്, ഇന്ന മാല ഓതുന്നതിലുണ്ട്, ഇന്ന പ്രവർത്തനത്തിലുണ്ട്. അല്ലാഹു അക്ബർ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇനിയിപ്പൊ മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ഇവര് ഖുർആൻ ഓതാതിരിക്കുക. ചില സുന്നത്തായ കാര്യങ്ങൾ പോലും, അതല്ലെങ്കിൽ ചില സ്വലാത്തുകള്, ചില ദിക്ർ, ഇതൊക്കെ ഓന്റെ ഇഖ്ലാസ് അനുസരിച്ചിട്ട് ഉന്നതമായ സവാബ് ഓനക്ക് കിട്ടും. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല, അതൊന്നും ഇതിന് എതിരില്ല. പക്ഷെ പരിശുദ്ധ ഖുർആനേക്കാൾ വെറുതെ ഇന്നതാണ് എന്നൊക്കെ ഒരാൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അങ്ങനെ പ്രചരിപ്പിക്കരുത്. അത് പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഖുർആനേക്കാൾ ഇന്ന സ്വലാത്തിന് പ്രതിഫലമുണ്ട്, എത്രയോ പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കാനുള്ള പ്രതിഫലം ഒരു സ്വലാത്തിലുള്ളതിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന മാലയിലുള്ളതിലുണ്ട്. എന്തിനാണ് ഇങ്ങനൊക്കെ പ്രചരിപ്പിക്കുന്നത്? അത് പാടില്ല. അതൊക്കെ എത്ര വലിയ തെറ്റാണ്. അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണത്. അങ്ങനൊന്നും ചെയ്യാൻ പാടെന്ന് കേട്ട് വിശ്വസിക്കല്ലേ. പല മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ അവരുടെ കിതാബുകളിലൊക്കെ അവരുടെ പേരിൽ ഇങ്ങനത്തെ പലത് എഴുതി ചേർത്തിട്ടൊക്കെ ഉണ്ട്. ഇല്ലാത്തത് അവരെ എഴുതാത്ത എഴുതി ചേർത്തിട്ടുണ്ട്. അവർ പറയാത്തത് പറയുന്നുണ്ട്. ആളുകൾ അവരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കുറെ പ്രതിഫലങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ വഴികേടിലാക്കിയിട്ട് എന്തിനാണിത്? അതിനൊന്നും പാടില്ല. നമ്മുടെ പാർട്ടിക്ക് ആളുകള് കൂടുതലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂടുതലായിട്ട് എന്തിനാണ്? നരകത്തിലേക്ക് പോകുന്ന പരിശുദ്ധ ഹദീസിലുള്ളത്. ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഏതാണ് ഹദീസ്? ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിനെ പല മഹാന്മാരും സഹിയാക്കിയിട്ടുണ്ട്. ഏതാണ് ഹദീസ്? അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ തൊട്ട് നിവേദനം ചെയ്തു. അൽ ഖുർആനു ഷാഫിഉൻ വ മുശഫ്ഫഉൻ വമാഹുൻ മുസദ്ദഖുൻ മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫ ദഹ്രിഹി സാഖഹു ഇലൻ നാർ. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ് ജാബിർ റളിയല്ലാഹു അൻഹു. എന്താണ്? അൽ ഖുർആൻ, നബി പറയാണ്, അൽ ഖുർആൻ ഷാഫിഉൻ വ മുശഫ്ഫഉൻ. ഖുർആൻ സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ്. പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ്. വമാഹുൻ മുസദ്ദഖുൻ, അംഗീകരിക്കപ്പെടുന്ന വാദിയുമാണ്. അംഗീകരിക്കപ്പെടുന്ന വാദിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി, നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന അംഗീകരിക്കപ്പെടുന്ന വാദിയാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ ഈ പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖുർആനെ സംബന്ധിച്ച് അത് സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ്. ഖുർആൻ ഒരാളെ സംബന്ധിച്ച് ശുപാർശ ചെയ്യാൻ, അല്ല ഖുർആൻ ഒരു ആയത്ത്, അല്ലെ ഖുർആൻ ഒരു സൂറത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഇവനെ രക്ഷപ്പെടുത്തണം, പഠിച്ചോനെ എന്നെ വളരെയധികം ബഹുമാനിച്ചവനും ആദരിച്ചവനും പാരായണം ചെയ്തവനുമാണ്, ഇവന് നീ നരകത്തിലിടരുതെന്ന് ശുപാർശ ചെയ്ത് അത് സ്വീകരിക്കുന്ന അർത്ഥം. ആരാ പറയണത്? നമുക്ക് അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി അയച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. ആ മുത്തരിബിനേക്കാൾ വലുതായിട്ട് ഇവിടെ ആരും വരണ്ട, ആരും പ്രസംഗിക്കണ്ട, ആരോടോ ആര് പറയണ്ട, ആരോടൊന്നും എഴുതണ്ട, ആരോടൊന്നും പ്രചരിപ്പിക്കണ്ട. മുത്തുനബി അവരാണ് മുസ്ലിം യഥാർത്ഥം.
മുത്തുനബിയുടെ വാക്കുകളെ കണ്ണുകൾക്ക് സുർമയാവണം, മേലെ വെക്കണം മുത്തുനബിയുടെ വാക്കുകൾ. മനസ്സിലാവും. 10 കിതാബിനെ പരിശുദ്ധ ഖുർആന്റെ മേലെ വെക്കണ്ട. ഒരു കിതാബിനെയും പരിശുദ്ധ ഖുർആന്റെ മേലെ വെക്കരുത്. വെക്കൂലെല്ലാവരും, വെക്കാറില്ല. നമ്മൾ ബാഹ്യമായിട്ട് ഒരു ഫത്തുൽ മുഈനുണ്ട്, അല്ലെങ്കിൽ ഹദീസിന്റെ കിതാബുണ്ട്, ഖുർആൻ അടിയിൽ അതിന്റെ മേലെ ഹദീസിന്റെ കിതാബ് വെക്കും, അല്ല ചരിത്ര ഗ്രന്ഥങ്ങൾ വെക്കും. ഒന്ന് വെക്കൂലല്ലോ, ഇല്ല. അതേപോലെ ആന്തരികമായി സൂക്ഷിക്കണം. കിതാബുകളുടെ മേലെയാണ് പരിശുദ്ധ ഖുർആൻ ഉണ്ടാവേണ്ടത്. മനസ്സിലാണ്. സ്വലാത്തുകളുടെ കിതാബുകളായാലും എല്ലാത്തിന്റെ മേലെ പരിശുദ്ധ ഖുർആനെ നമ്മൾ ബാഹ്യമായി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആന്റെ മേലെ ആയിക്കോട്ടെ സ്വലാത്തിന്റെ കിതാബ് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, ആന്തരികത്തിലും അതേ അദബ് തന്നെയാണ് വേണ്ടത്. ഖുർആനിനെ മേലെ വെക്കണം, ബാക്കിയുള്ളതൊക്കെ ഖുർആന്റെ താഴെയായിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഷാഫിഉം മുശഫഉമാണ്, മാഹിറും മുസദ്ദഖുമാണ്. അംഗീകരിക്കപ്പെടുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ വാദിക്കുന്ന വല്ലാത്ത ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ജഅലഹു അമാമഹു, ആരെങ്കിലും അതിനെ തന്റെ മുന്നിൽ വെച്ചാൽ ഖാദഹു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അത് നയിക്കും. ഇവൻ അവന്റെ ജീവിതത്തിൽ, അവന്റെ മനസ്സിലും റൂഹിലും സിറിലും ജിസ്മിലും എല്ലാ രംഗത്തും, അവന്റെ ഏത് രംഗത്തും പരിശുദ്ധ ഖുർആനായിരിക്കണം അവന്റെ മുന്നിൽ നിൽക്കേണ്ടത്. എങ്കിൽ അൽ ഖുർആൻ ഇമാമി എന്നാണ് ഉത്തരം പറയാനും സാധിക്കും. അല്ലെങ്കിൽ ഉത്തരം പറയാൻ പറ്റില്ല, കാണാർ പടം പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഉത്തരം പറയാൻ അവന് സാധിക്കില്ല. സാധിക്കണമെങ്കിൽ എന്താണ്? എല്ലാത്തിന്റെയും മുന്നിൽ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നാട്ട. ആ പരിശുദ്ധ ഖുർആൻ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നതാണ് ഹദീസ്. അതിന് നമ്മളെ മുന്നിൽ നമുക്ക് അതിൻ്റെതായ അവസരോചിതമായിട്ട് അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക്കണം എന്ന് നമ്മൾക്ക് മുന്നിൽ ഈ ഹദീസിന് ഖുർആന്റെയും വെച്ച് അതിനെ നേരെ മനസ്സിൽ വെച്ച് തന്ന ആ പ്രമാണമാണ് ഇജ്മാഅ്. അതിൽ നിന്ന് പുതിയ കാര്യങ്ങളെ അതിലേക്ക് ചേർത്തിക്കൊണ്ട് വിധിക്കുന്നതാണ് ഖിയാസ്. മനസ്സിലാവുന്ന? അതുകൊണ്ട് ഇജ്മാഇനെ നമ്മൾ പിൻപറ്റാൻ പറയുന്നത്. പ്രമാണം ഇജ്മാവും ഖിയാസൊക്കെ പ്രമാണമാണത്. അതുകൊണ്ടാണ് അതിനെ നേരാമണ്ണത്തിൽ എങ്ങനെ ഈ കാലഘട്ടം, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതെങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ളത് നമ്മുടെ മുന്നിൽ എത്തിച്ചിരുന്നത് ഇജ്മാവും ഖിയാസും ഒക്കെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാന്റെ റസൂല് പറയാണ്, മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, തന്റെ മുന്നിൽ ആരെങ്കിലും ഈ പരിശുദ്ധ ഖുർആനെ വെച്ചാൽ അവനെ സ്വർഗത്തിലേക്ക് അത് നയിക്കും. വമൻ ജഅലഹു ഖൽഫ ലഹരി, ആരെങ്കിലും ആ ഖുർആനിനെ തന്റെ മുതുകിന്റെ പിന്നിലാക്കിയാൽ സാഖഹു ഇലന്നാർ, അവനെ അത് പിന്നിൽ വെക്കല് അത് നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകും. സാഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഖാന്ന് പറഞ്ഞ അവനെ വലിച്ചു കൊണ്ടുപോകും. അവനെ എത്ര സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും ശരി, അവനെ എത്ര സ്വലാത്ത് ചൊല്ലിയാലും ദിക്റ് ചൊല്ലിയാലും നോമ്പ് നോറ്റാലും ശരി, പരിശുദ്ധ ഖുർആൻ ആദരിക്കാതെ അതിന് വില കൊടുക്കാതെ അതിനൊക്കെ പിന്നിലാക്കിക്കൊണ്ട് മറ്റൊന്നിനെ മുന്നിലാക്കി വെച്ചാൽ അവൻ അത് നരകത്തിലേക്ക് നയിക്കും. പിന്നിലാക്കണ്ട, പരിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം എല്ലാറ്റിനെയും എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത് സ്വലാത്തായാലും ദിക്റായാലും ഗുരുനാഥന്മാരായാലും എല്ലാ ഗുരുനാഥന്മാരെയും നമ്മൾ എല്ലാം പരിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചത് നമ്മളിലേക്ക് എത്തിച്ച ഗുരുനാഥന്മാരെയും എല്ലാം ഗുരുനാഥന്മാരിൽ കൂടി പരിശുദ്ധ മശായഖന്മാർക്ക് ചിലപ്പോൾ പറയും എന്ന് പറഞ്ഞാൽ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ഒരു ശരിയായ തർബിയത്തിന്റെ കാമിലായ മുറബിയ ഷെയ്ഖിനെ കിട്ടിയാൽ പിന്നെ അയാളെ ഷെയ്ഖിലേക്ക് നോക്കിയാൽ മതി, ഖുർആനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് വരെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ശരിയായ കാമിലും മുറബിയ ഒരു ഷെയ്ഖിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന് ഇവര് നാത്തിഖെ ഖുർആനാണ്, സംസാരിക്കുന്ന ഖുർആനുകളാണ് ഷെയ്ഖുമാര്. അവർ പൂർണ്ണമായിട്ട് പരിശുദ്ധ ഖുർആനെ പിൻപറ്റിയവരാണ്. അവർ പൂർണ്ണമായി നമ്മളെ പരിശുദ്ധ ഖുർആനിലേക്ക് എത്തിക്കും, പ്രവാചകരിലേക്ക് എത്തിക്കും. പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളെയും തന്നിൽ ജീവിതത്തിൽ അവർ പകർത്തി കാണിച്ചു തരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങളിലാക്കി തരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴും പരിശുദ്ധ ഖുർആനാണ് മുന്നിൽ. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഗുരുവിനെ കിട്ടി ഖുർആനൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ബേക്കിൽ തള്ളിയിട്ട് അതിന് ബലം കൊടുക്കാതെ ഒരു ഷെയ്ഖിനെ പിടിച്ചാലേ ഒരു ഗുരുവിനെ പിടിച്ചാലേ ഒരു സംഘടനയെ ചേർന്നു എങ്കിൽ അത് പിഴവിലേക്ക് നയിക്കും. അവനെന്തു ചെയ്യും? ആ പ്രവർത്തനം
അവനെ നരകത്തിലേക്ക് നയിക്കുമെന്ന് ആരും എന്ത് ചെയ്യണ്ട, ആരും സംശയിക്കണ്ട. കാരണം മുത്തുനബി പറഞ്ഞതാ, മുത്തുനബി പറഞ്ഞത് ഒരിക്കലും തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ. ആരുടെങ്കിലും വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യണ്ട, പരിശുദ്ധ ഖുർആനിനേക്കാൾ മേലെയാണ് മറ്റത്, ഇത് അത് ഇതൊന്നും പറയാൻ. അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാഹു അല്ലാഹ്. കാരണം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വെടക്കാവുന്നവരുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടല്ലേ പല ആൾക്കാരും പരിശുദ്ധ ഖുർആൻ ചിന്തിച്ചിട്ടല്ലേ പല വിഘടനവാദങ്ങളും വിദഅത്തുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് അതിനൊരു ഉസൂലുണ്ട്. പരിശുദ്ധ ഖുർആനിനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ കൂടി പോണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയാണ് സഹാബാക്കൾ പരിചയപ്പെടുത്തി തരണം. കാരണം മുത്തുനബി പറഞ്ഞ ഓരോ വാക്കുകൾക്കും അത് ഏത് അവസ്ഥയിൽ, ഏത് ടോണിലാണ്, ഏതൊരു ആശയം വെച്ചിട്ടാണ് മുത്തുനബി അത് പറഞ്ഞത് എന്ന് സഹാബാക്കൾക്ക് അറിയാം. അപ്പൊ സഹാബാക്കൾ ആ വിഷയത്തിൽ പിൻപറ്റേണ്ടി വരും. സഹാബാക്കൾ എങ്ങനെയാണെന്നുള്ളത് അത് പിന്നീടുള്ള താബീയങ്ങൾ, മുഫസ്സിരീങ്ങളെ നമ്മൾക്ക് പിൻപറ്റേണ്ടി വരും, മശായിഖമാരെ പിൻപറ്റേണ്ടി വരും. ഈ ഖുർആനെ ശരിക്കും പോലെ ആക്കാൻ അതിന്റെ കൃത്യതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതുകൊണ്ട് നമുക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത് എന്നറിയാൻ, അല്ലാഹു തആല ഏതൊരു സന്ദേശമാണ് ഈ ആയത്തിലൂടെ എന്നിലേക്ക് തരുന്നത് എന്നറിയാൻ മനസ്സിലാവും. ഇപ്പൊ ഞാനൊരാളോട്, എന്റെ ഒരു ശിഷ്യനോട് സ്നേഹത്തോടെ പറഞ്ഞു, എടോ അങ്ങനെ അല്ലടോ ചെയ്യേണ്ടത്, അതിങ്ങനെ ചെയ്തോ, എടോ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അത് ഞാൻ ഒരാള് എന്റെ വേറൊരു ശിഷ്യൻ എന്ത് ചെയ്തു, അത് ഗ്രന്ഥത്തിൽ എഴുതിയെങ്കിൽ അത് ഏതൊക്കെ ടോണിൽ വായിക്കാൻ പറ്റും. പിന്നീടുള്ള ആളുകള് ഈ ശിഷ്യൻ എന്നിൽ നിന്നും കേട്ട ആളിൽ നിന്നുമാണ് ഇതിന്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഭാവം വ്യത്യാസം ഉണ്ടാകും, അവരുടെ ശൈലി വ്യത്യാസം. ഇതേ ആളെന്ന് ഇത് പുസ്തകത്തിൽ വായിച്ചിട്ടല്ല പിന്നീടുള്ള ആൾക്കാർ അറിയണത്. ഈ പുസ്തകത്തിൽ വായിച്ചത് കൊണ്ട് മാത്രം ഇയാൾക്ക് എന്തൊക്കെയോ മനസ്സിലാക്കാൻ പറ്റും. ഉസ്താദ് ഗൗരവത്തിൽ വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞു. എത്ര വ്യത്യാസം ആശയത്തിന് വ്യത്യാസം, വ്യക്തിസമിതി മനസ്സിലാക്കുന്നത് വരെ വ്യത്യാസമുണ്ട്. ഒരു വിഷയം തന്നെ രണ്ടർത്ഥത്തിൽ എടുക്കാൻ പറ്റും, ടോൺ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പിൻപറ്റിയവരിൽ നിന്നും പിൻപറ്റി വരണം എന്ന് പറയുന്നത്. അല്ലാതെ രേഖകൾ മാത്രം നോക്കിയാൽ ടോൺ ചിലപ്പോൾ മനസ്സിലാവില്ല. ചില കാര്യങ്ങളിൽ അങ്ങനെയുണ്ട്. അത് ഇതിപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ചില കാര്യങ്ങൾ അർത്ഥം തന്നെ വ്യത്യാസപ്പെട്ടു പോകും. ചില ടോണ് വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം തന്നെ വ്യത്യാസപ്പെടുന്നത് ആ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ. അപ്പൊ ചുരുക്കം പറഞ്ഞ പരിശുദ്ധ ഖുർആനെ വേരാമണത്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പഴിച്ചു പോകാൻ സാധിക്കും. മുസ്ലിം ഷരീഫ് റിപ്പോർട്ട് ചെയ്ത മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മഹാനവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല യർഫഉ ബിഹാദൽ കിതാബി, ഈ കിതാബ് കൊണ്ട്, ഈ ഖുർആൻ കൊണ്ട് കുറെ ജനതയെ, കുറെ ആളുകളെ അല്ലാഹു തആല ഉയർത്തിയിരിക്കുന്നു, പദവികൾ ഉയർത്തി. ചില ആളുകൾക്ക് അല്ലാഹു തആല പല ആളുകളെയും ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അവരുടെ പദവികൾ ഉയർത്തിയിരിക്കുന്നു. എന്നാൽ കുറെ ആളുകളെ, മറ്റു ചില ആളുകളെ ഈ ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ പദവികൾ താഴ്ത്തിയിരിക്കുന്നു, അവരെ നിന്ദ്യമായ അവസ്ഥയിലേക്കാക്കി. ഖുർആൻ കൊണ്ട് നിന്ദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയവരുമുണ്ട്, ഖുർആൻ കൊണ്ട് വന്ദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയവരുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ ആശയം. റവാഹു മുസ്ലിം ഇമാം റഹിമഹുല്ലാഹ്. അപ്പൊ ഖുർആൻ കൊണ്ട് തന്നെ അവൻ ഉയരും, ഖുർആൻ കൊണ്ട് തന്നെ അവൻ താവുകയും ചെയ്യും. ഈ ഖുർആനിനെ ആരെങ്കിലും നിന്ദിക്കാൻ പരിശ്രമിച്ചാൽ, ഈ ഖുർആനിനെ ആരെങ്കിലും നിസ്സാരമാക്കാൻ പരിശ്രമിച്ചാൽ, അതിനുള്ള അദബ് കാണിക്കാതിരുന്നാൽ അത് ചിലപ്പോ എന്താവും, ഇവനെ ആ ഖുർആൻ ഇങ്ങോട്ട് ശ്രമിച്ചു. ഖുർആൻ ഓതുന്ന അദബുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അദബൊക്കെ ഉണ്ട്. കുഞ്ഞന്മാരൊന്നും ഖുർആൻ ഓതാൻ പറ്റില്ല. ആ അദബോട് കൂടി ഓതിക്കഴിഞ്ഞാൽ അവന് അല്ലാഹു തആലയുടെ പദവികൾ.
അതോടുകൂടി ഓതിയില്ലയോ അവന് നിന്ദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നതാ? ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു അദബാണ്, അതില് കുറഞ്ഞതെങ്കിലും പഠിക്കണം. എങ്ങനെ പഠിക്കണം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്ന സഹോദരികളെ, നമ്മൾ തജ്വീദോടുകൂടി പരിശുദ്ധ ഖുർആൻ ഓതാൻ ആവശ്യം. തജ്വീദ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഖുർആനിന്റെ മഖ്റജ്, ഖുർആന്റെ ലഫ്ളുകൾ, ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഓതാൻ പറ്റും. അതിന് പദ്ധതി വേറെ തന്നെ. ചിലപ്പോൾ ചില അക്ഷരങ്ങൾ ശരിക്കുമ്പോൾ നമ്മള് ഫാത്തിഹ പോലെ ഉള്ളതിൽ അക്ഷരങ്ങൾ ശരിയില്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലാക്കി പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഖുർആൻ പഠിക്കണം. പലരും പറയാറുണ്ട് പ്രായമായി എപ്പോഴും പഠിക്കാത്തവർ, ഖുർആൻ ഓതാൻ പറ്റാത്തവരുണ്ട് ഇപ്പോഴും. എനിക്ക് പറയാനുള്ള കഴിഞ്ഞ പരമാവധി പഠിക്കും, ഫാത്തിഹയെങ്കിലും പഠിക്കും. ഖുർആന് ചെറിയ സൂറത്തുകൾ പഠിക്കണം. ചുരുങ്ങിയത് സൂറത്തുൽ ഫജ്ർ മുതൽ സൂറത്തുൽ ഹാഷിയ, സൂറത്തുൽ ഫജ്ർ പോലെയുള്ള അവിടെ നിന്ന് താഴേക്ക് റബ്ബിന്നാസ് വരെയെങ്കിലും പഠിക്കണം. ഖുർആനിൽ ചെറിയ സൂറത്തെങ്കിലും മനപ്പാഠം വെക്കണം. അല്ലെങ്കിൽ പൊളിഞ്ഞു പോയ വീട് പോലെയാണ് നമ്മൾ, ശൂന്യമായ വീട് പോലെയാണ് നമ്മൾ. ശൂന്യമായ പൊളിഞ്ഞ വീടുകളിൽ എന്താണ്, എല്ലാം കേറിക്കൂടാൻ സാധ്യതയുണ്ട്. ഇരുളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പൊളിഞ്ഞ വീട്, ശൂന്യമായ വീട്ടിൽ എപ്പോഴും ഇരുളായിരിക്കും, പ്രകാശം തീരെ ഉണ്ടാവില്ല. അതിലേക്ക് മൃഗങ്ങൾ കയറാൻ സാധ്യതയുണ്ട്, വന്യമൃഗങ്ങൾ കയറാൻ, പലതും കയറാൻ സാധ്യതയുണ്ട്. കള്ളുടിയന്മാര് കയറിയിട്ട് അവിടെ കള്ളു കുടിക്കും, ചീട്ട് കളിക്കുന്നവർ ചീട്ട് കളിക്കും. ഒഴിഞ്ഞ ശൂന്യമായ വീടുമായിട്ടാണ് ഖുർആൻ തീരെ പഠിക്കാത്തവരെ സംബന്ധിച്ചിട്ട് ഹദീസ് പറയുന്നത്, മുത്തുനബി ഉപമിച്ചിട്ടുള്ളത്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണിത്. അതായത് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കൂല. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബർ ഇരുണ്ടിട്ടായിരിക്കും, വെളിച്ചുണ്ടാവില്ല ഖബറില്. നമ്മൾ മരിക്കുന്നതോടുകൂടി ഖബറിൽ വെളിച്ചില്ലാതാവും. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പഠിക്കാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ തജ്വീദ് അറിയാത്തവർ അതിനുള്ള ഇന്നൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. സ്ത്രീകളുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കും, സ്ത്രീകൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കും. പുരുഷന്മാർ പഠിപ്പിക്കണമെങ്കിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടെന്നാ പറയാനുള്ളത്. പുരുഷന്മാർ പഠിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കും. ഇനി അത് നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയ അത്രയും നന്നാ ക്ലാസ്സുകളിൽ തജ്വീദ് നമുക്ക് വളരെ ആവശ്യം. തജ്വീദ് പഠനം ഖുർആൻ ശരിയാൻ പോലെ ഓതണം, പഠിക്കണം, നേരാമണ്ണത്തിൽ പഠിക്കണം. മനസ്സിലാവും? തുർമുദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ വിവരിച്ച ഒരു ഹദീസ് പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖദീബി, തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അംശം പോലും ഉള്ളിലില്ലാത്ത മനുഷ്യൻ കൽ ബൈത്തിൽ ഖദീബി, ശൂന്യമായ പൊളിഞ്ഞ വീട് പോലെയാണ്, ഖറാബായ വീട് പോലെയാണ്, പൊളിഞ്ഞ് ശൂന്യമായ വീട് പോലെയാണ്. ഏത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പം പോലും ഹൃദയത്തിലില്ലാത്തവരുടെ അവസ്ഥയാണ്. ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. അപ്പോ നമ്മൾ പഠിക്കണം, കുറച്ചെങ്കിലും കാണാതെ പഠിക്കണം. ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിക്കാം, മുഅവ്വദത്തൈൻ പഠിക്കാം, ആയത്തുൽ കുർസി പഠിക്കാം. അതൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. ആയത്തുൽ കുർസി ഒക്കെ നമ്മൾ ഉറങ്ങാൻ നേരത്തും ഒക്കെ ആവശ്യമുള്ള സാധനമാണത്. ഉറങ്ങുന്ന നേരത്തൊക്കെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പൈശാചികമായ ശരീരത്തോട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളത് കാത്തു സംരക്ഷിക്കും. ഉറങ്ങുന്ന സമയത്തൊക്കെ ഒരു 10 ആയത്തെങ്കിലും ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരാൾ ഓതിട്ട് കിടന്നുറങ്ങിയാണെങ്കിൽ അവനെ അല്ലാഹു തആല അശ്രദ്ധമായിട്ട് പാപത്തിലായി അല്ലെങ്കിൽ അള്ളാഹനെ മറന്നു ഉറങ്ങുന്നവരിൽ അവനെ എഴുതൂല. അവൻ അള്ളാഹുവിനെ ഓർത്ത് ദാക്കിറായി ഉറങ്ങുന്ന ആളുകളിലാണ് അവനെ എഴുതുന്ന 10 ആയത്തുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുണ്ട്. മനസ്സിലാവും? അപ്പൊ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഇതൊക്കെ പഠിക്കാലോ. പഠിക്കാത്തവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എത്ര കാണാതെ പഠിക്കാൻ പറ്റും അത്രയും പഠിക്കുക. പഠിച്ചതിൽ അമൽ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യും. മനസ്സിലാവും? അമലുൽ ഖുർആൻ വളരെ അത്യാവശ്യമാണ്. നോക്കാം എന്താണ് പറയുന്നത്. ഒളിഞ്ഞ് ശൂന്യമായ വീട് പോലെയാണ് ഖുർആനിൽ നിന്നും ഒന്നും ഉള്ളിലില്ലാത്ത മനുഷ്യന്റെ അവസ്ഥ.
ആ മരണപ്പെട്ടവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏത് വയസ്സായാലും കേട്ട് വിടുന്ന അതിനുള്ള എല്ലാ അവസരങ്ങളും അലിഫ് മുതൽ പഠിപ്പിച്ച് തരുന്ന എന്താ പറയാ ലിങ്ക് വരെ യൂട്യൂബ് ഓൺലൈൻ ലിങ്കുകൾ കാണാൻ സാധിക്കും. എന്നോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അതിനുള്ള ലിങ്കൊക്കെ ഞാൻ അയച്ചു തരാം. എന്നോട് വാട്സാപ്പുമായി ബന്ധപ്പെടാണെങ്കിൽ ഞാൻ അയച്ചു തരാം, അതിന് ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ബന്ധപ്പെടാണെങ്കിൽ ആ ലിങ്ക് ഞാൻ യൂട്യൂബിൽ കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് തരാം. സ്ത്രീകൾക്കായിട്ടുള്ളതുണ്ടാവും, പുരുഷന്മാർക്കായിട്ടുണ്ടാവും. മനസ്സിലാവുന്ന അത് വേറെ തന്നെയാണ്. അതിന്റെ ഫോൺ നമ്പർ തന്ന അവരുമായി ബന്ധപ്പെട്ട സ്ത്രീകളിൽ അത് ക്ലിയർ ആണെങ്കിൽ അതിലേക്ക് എത്തിച്ചു. മനസ്സിലാവും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആൻ ഓതുക, അത് ചെറിയ സൂറത്തുകളാണെങ്കിൽ ഇനി അത് ആയത്തുകൾ ഓതുന്നതിനും വലിയ പ്രതിഫലമാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകള് നിസ്കരിക്കുമ്പോൾ ഓതുന്നതിന് വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ. ഒരു ഹദീസ് പറയാം, റവാഹു മുസ്ലിം ഇമാം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ പറഞ്ഞ ഹദീസ് എന്താണ്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാൽ മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഇലാമിൻ സിമാനിൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ പറയാൻ, അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ, ഇദാ റജഅ ഇലാ അഹ്ലിഹി, അവന്റെ അഹ്ലിലേക്ക്, അവന്റെ കുടുംബക്കാരിലേക്ക് അവൻ മടങ്ങിപ്പോകുമ്പോൾ, അതായത് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് അവന്റെ കുടുംബക്കാരിലേക്ക് അവൻ മടങ്ങിപ്പോവാൻ. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ ആ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഇലാമിൻ സിമാനിൻ, ആ വീട്ടിൽ ഇവൻ മടങ്ങി പോകുമ്പോൾ ആ വീട്ടിൽ തടിച്ച വലിയ ഗർഭിണികളായ 3 ഒട്ടകങ്ങള് തന്റെ വീട്ടിലെത്തുമ്പോൾ ലഭിക്കുന്നതിന്, ആ വീട്ടിൽ എത്തിക്കുന്നതിന്, അതായത് അവന് കിട്ടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞാണ് പോകുമ്പോൾ വീട്ടിലുണ്ട് തടിച്ച ഗർഭിണികളായ വലിയ 3 ഒട്ടകങ്ങൾ. കാരണം അറബിയിൽ അന്ന് ഏറ്റവും കൂടുതൽ നല്ല റേറ്റുള്ള സാധനമാണ് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അതും തടിച്ചു കൊടുത്താൽ നല്ല റേറ്റ് ആയിരിക്കും. അതും ഗർഭിണികൾ എന്ന് പറഞ്ഞാല് ആ ഒട്ടകത്തിൽ നിന്ന് വരുന്ന ശിശുക്കളെയും അവർക്ക് കിട്ടും. അപ്പൊ എത്ര സമ്പത്ത് ഐശ്വര്യം കിട്ടി അല്ലെ? അത് എത്രയാണെന്ന് പറയല്ലോ, ഒരു ഒട്ടകത്തിൽ എത്ര കുട്ടികളാണെന്ന് അറിയില്ല, അത് നമുക്കറിയില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അത്രക്ക് ഉത്തമമായി പറയാണ്, അങ്ങനെ വീട്ടിൽ കണ്ട് ചൊല്ലുമ്പോ ഇങ്ങനെയുള്ള ഒട്ടകങ്ങള് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സഹാബാക്കളോട് ചോദിച്ചപ്പോ, കുൽന, മഹാനായ അബൂ ഹുറൈറ പറയണ, കുൽന, ഞങ്ങൾ പറഞ്ഞു, നഅം, അതെ അല്ലാഹുവിന്റെ റസൂലേ. ഖാല, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസലാത്തു ആയാത്തിൻ യഖ്റഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി, അപ്പോൾ 3 ആയത്തുകളെ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ നിസ്കാരത്തിൽ, നിങ്ങളിൽ നിന്നും ഒരുവൻ അവന്റെ നിസ്കാരത്തിൽ 3 ഖുർആനിലെ ആയത്തുകൾ ഓതുകയാണെങ്കിൽ, ഖൈറുൻ ലഹു മിൻ സലാത്തി ഖലിഫാത്തിൻ ഇലാമിൻ സിമാൻ, അവന് 3 തടിച്ച വലിയ ഗർഭിണികളായ ഒട്ടകങ്ങളെക്കാൾ ഉത്തമമായതാണ് ഈ 3 ആയത്തുകളെ, പരിശുദ്ധ ഖുർആനുള്ള ഈ ആയത്തുകളെ നിസ്കാരത്തിൽ ഓതുന്നത്. ഉദാഹരണമായിട്ട് ഒരാളെ നിസ്കാരത്തിൽ, നമ്മൾ ഇത് പറയുന്നത് എന്തിനാന്നറിയാം, നമ്മൾ നിസ്കാരത്തിൽ ഇതൊക്കെ ഓതാറുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ ഓതുന്ന ഈ ആയത്തുകൾ ഓതുമ്പോൾ സവാബാണ് നമ്മൾ പലരും പറയാറുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതണം, അല്ലെ സൂറത്ത് ഓതുന്ന നിർബന്ധം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസ്സാരാക്കിയിട്ട് ആ സൂറത്ത് ഓതുന്ന ഒഴിവാക്കുന്നവരുണ്ട്. അവര് ശരിക്കും ശ്രദ്ധിക്കുക, എത്ര വലിയ സവാബാണ് ഈ ഒഴിവാക്കാൻ ഉപേക്ഷിക്കണമെന്ന് നോക്കും. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അള്ളാന്റെ റസൂലിന്റെ സ്നേഹം നോക്കി, ഏറ്റവും ചെറിയ ഒരു സൂറത്ത് അത് കാണാതെ പഠിക്കാൻ വരെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കരുത്. അതായത് ഉദാഹരണമായിട്ട് ചെറിയ സൂറത്ത് ഓതാൻ പരിശുദ്ധ ഖുർആനിൽ ഒരാൾ സുബഹി നിസ്കാരത്തിലോ ദുഹർ നിസ്കാരത്തിലോ മറ്റും ഏതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 ആയത്തുകൾ.
ഇതാണ്ട് ഓതിയുണ്ടെങ്കിൽ കിട്ടുന്ന പ്രതിഫലം ഇത്ര അധികം 3 ഒട്ടകങ്ങൾ, ഈ വിധത്തിലുള്ള ഒട്ടകങ്ങൾ അനക്ക് വീട്ടിൽ നമുക്ക് സ്വന്തമാവുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ഏറ്റവും ഹൈറാണത്. അപ്പൊ നമ്മൾ ഈ സൂറയിൽ നിസ്കരിക്കുമ്പോഴേ, ഈ ഫർദ് നിസ്കരിക്കുമ്പോഴായാലും സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഈ സൂറത്ത് ഒതുക്കി ഹദീസിന്റെ ഓർക്കണേ നല്ലതാണ്. എത്ര വലിയ സവാബാണ്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കൂടുതൽ നിസ്കരിക്കാൻ തോന്നുന്നു. അതായത് 3 ആയത്ത് മാത്രം ഓതിയാൽ മതി എന്നല്ല, അപ്പൊ അതിലും കൂടുതൽ ഓതുമ്പോ 3 ആയത്ത് ഓതിയാൽ 3 ഒട്ടകം, അപ്പൊ 4 ആയത്ത് ഓതിയാലോ 5 ആയത്ത് ഓതിയാലോ, അങ്ങനെ ചിന്തിച്ചു. അത്രയധികം സവാബുണ്ട് നിസ്കാരത്തിൽ ഖുർആൻ. അതൊന്നും നിസ്സാരാക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടാ? അല്ലാഹു അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ വളരെയധികം, ഞാൻ നിർത്താണ്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അത് ഓർമ്മയിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറഞ്ഞത് മാത്രം പറഞ്ഞു പോവാണ്. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വളരെയധികം സ്ഥാനം, മഹത്വം അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പറഞ്ഞു. മനസ്സിലാവും? സാധാരണ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വസിയത്ത് ചെയ്യാൻ പറയാണ്, ഉപദേശിക്കാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് 2 വലിയ ഉപദേശങ്ങൾ കൊടുത്തു. രണ്ട് ഉപദേശങ്ങൾ ഉപദേശിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട റസൂൽ പറയുന്നു. ആ പ്രധാനപ്പെട്ട 2 ഉപദേശം കൊടുത്തു. നോക്കാം ഹദീസിലൂടെ നമുക്കൊന്ന് പോവാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. അൻ അബീ ദർദിൻ റളിയല്ലാഹു തആല അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്നു. ഖാല, മഹാനവർ പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി, എന്നെ ഒന്ന് ഉപദേശിച്ചാൽ. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഔസിനി, എന്നെ ഒന്ന് അങ്ങ് ഉപദേശിച്ചാലും. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ്, നിന്റെ മേൽ അല്ലാഹുവിനെ തഖ്വ ചെയ്യലും നീ എന്ത് ചെയ്യുക, നിർബന്ധമാക്കുക. നിനക്ക് നിർബന്ധമായിരിക്കട്ടെ. അതായത് തഖ്വ ചെയ്യൽ നീ അത്യാവശ്യമായി കരുതുക. അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, ഭയഭക്തിയോടുകൂടി ചെയ്യുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അലൈക ബിതഖ്വല്ലാഹി ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി. കാരണം വളരെ സിമ്പിൾ ആയിട്ട് റസൂൽ പറയുന്നത്, ചെറിയ ചെറിയ വാക്കുകൾ. ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, കാര്യങ്ങളുടെ എല്ലാറ്റിന്റെയും തലപ്പാണ്, ഹെഡാണ്, റഅസാണ്. ഏത്? തഖ്വ ചെയ്യണം. എല്ലാ കാര്യങ്ങളുടെയും തലപ്പാണ് തഖ്വ ചെയ്യണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവന് ഭാവിക്കാത്ത ഭാഗത്തുകൂടെ റിസ്ക് കൊടുക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെ അറിയാൻ സാധിക്കും. മയ്യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ അവന് വിഷമങ്ങളിൽ നിന്നും പുറപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു തആല അവന് കാണിച്ചു കൊടുക്കുകയും അവൻ ആക്കി കൊടുക്കുകയും വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഭാവിക്കാത്ത ഭാഗത്തു കൂടെ അവൻ അല്ലാഹു തആല അവന് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യും. അവനുള്ള ഭക്ഷണം മാത്രമല്ല, യർസുഖു എന്ന് പറഞ്ഞ ഒരു ഭക്ഷണം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടത് എന്താണോ വിഷമം മാറാൻ വേണ്ടതെല്ലാം അല്ലാഹു തആല അവന് നൽകുന്നതാണ്. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, ഒരാൾ ഒരു കാര്യം പഠിച്ചു, മൻ അലിമ വ അമില ബിഹി അല്ലമല്ലാഹു അലം യഅലം. ആരെങ്കിലും ഒരു വിഷയം പഠിച്ചു, വ അമില ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലമല്ലാഹു ബിഹി മാ ലം യഅലം, അല്ലാഹു തആല അവന് എന്ത് ചെയ്യും? അവൻ അറിയാത്തതിനെ വീണ്ടും പഠിപ്പിച്ചു. അപ്പൊ അതാണ് പറയുന്നത് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഉപദേശിച്ചാലും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ്, നിന്റെ മേൽ ഞാൻ അല്ലാഹുവിന്റെ തഖ്വയെ, നീ അല്ലാഹുവിനോട് തഖ്വ ചെയ്യൽ നീ നിർബന്ധമാക്കുക. കാരണം എല്ലാ കാര്യങ്ങളുടെയും തലപ്പ് തഖ്വയാണ്. ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്നി, അല്ലാഹുവിന്റെ റസൂലെ ഇനിയും വർദ്ധിപ്പിച്ചു തന്നാലും ഇനിയും എന്നെ ഉപദേശിച്ചാലും എന്നർത്ഥം. ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാൽ അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നിന്റെ മേൽ ഖുർആൻ തിലാവത്ത് ചെയ്യലിനെ ഞാൻ നിർബന്ധമാക്കുന്നു. അതായത് നിന്റെ മേൽ അത്യാവശ്യമാണ് പരിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യൽ നിർബന്ധമാക്കുന്നു. ഞാൻ പറയണ അതിന്റെ ഒരു
ഓൽക്ക് അദ്ദേഹത്തിന് അത്യാവശ്യമാണെന്നുള്ള അർത്ഥത്തിലാണ് റസൂലുള്ളാഹി പറയുന്നത്, ഫർദ് എന്നല്ല. അലൈക ബിതിലാവത്തിൽ ഖുർആൻ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, കാരണം തീർച്ചയായും അത് നിനക്ക് ഭൂമിയിൽ പ്രകാശമാണ്. പരിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യൽ അമലും ഇതൊക്കെ വേറെ, തിലാവത്ത് പരിശുദ്ധ ഖുർആൻ ഓതൽ തന്നെ ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കുക അത് പ്രകാശമാണ്. പ്രകാശം കണ്ടാവുക എല്ലാ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, വെളിച്ചല്ലേ എല്ലാ ഇരുളും മാറ്റും. പാപത്തിലാണെങ്കിൽ പാപത്തിൽ രക്ഷപ്പെടാൻ പറ്റും, മോശമായ ചിന്തകളിലാണ് അതിന് രക്ഷപ്പെടാൻ പറ്റും, ഉപജീവന മാർഗത്തിൽ പ്രയാസത്തിലാണ് അതിന് രക്ഷപ്പെടാൻ പറ്റും. എല്ലാറ്റിനും ആഖിറത്തിലേക്ക് ഇനി ഉയർന്ന പദവിയിലാണെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റും. ഒരു അള്ളാഹു താലായിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹ് അതിനുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കും. മനസ്സിലാവും? ഓതുന്നതിന് വലിയ പ്രതിഫലമാണ്. അതാ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്നിട്ട് പറയാണ് അലൈക ബിതിലാവത്തിൽ ഖുർആനി ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ് വദുഖുറുൻ ലക ഫിസ് സമാ, ആകാശങ്ങളിൽ നിനക്കുള്ള നിധിയാണ്, വല്ലാത്ത പ്രതിഫലം നിനക്ക് ആകാശങ്ങളിൽ, അതായത് സ്വർഗങ്ങളിൽ ആകാശങ്ങളിൽ വല്ലാത്ത പ്രതിഫലം വാരിക്കൂട്ടാനുള്ള ഒരു നിധിയാണ് നിനക്ക്. അവിടെയുള്ള രക്ഷക്കുള്ള, അവിടെയുള്ള മശറയിലുള്ള രക്ഷക്കുള്ള പ്രകാശത്തിനുള്ള കാര്യങ്ങളാണ്. അതിൽ എത്ര വിശാലമാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയുള്ളൂ. കാരണം ദുഹുറുൻ എന്ന് പറഞ്ഞത് വല്ലാത്ത വിശാലമായ കാര്യമാണ്, നൂറ് എന്നുള്ളതും വല്ലാത്ത വിശാലമായ കാര്യം. നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഖുർആനിൽ അള്ളാഹു നൂറ് സമാഅത്തിലാണെന്ന് പറഞ്ഞു, അള്ളാഹ് നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് എന്ന് പല നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദ് ജാഅകും റസൂൽ എന്താണ് ഖദ് ജാഅകും നൂറുൻ വ കിതാബും മുബീൻ ഔ കമാ ഖാല, നിങ്ങളിലേക്ക് നൂറ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവും? ഇൽമിനെ നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ മറ്റും കാണാൻ സാധിക്കും. നൂറിന് വല്ലാത്ത വിശാലമായ അർത്ഥമുള്ളത് അല്ലാണ്ട് റസൂലിന് തന്നെ അറിയുള്ളൂ. അത് എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മൂപ്പർക്ക് പ്രധാനമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ വസിയത്ത്. ഒന്ന് തെഖ്വ, തെഖ്വയോടെ ജീവിക്കുന്നതോടുകൂടി. രണ്ടാമത്തെ എന്താണ്? അലൈക ബിതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ നീ ഓതണം. എന്താണ് അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്? ആ ഖുർആൻ ഓതി കഴിഞ്ഞാൽ നിനക്ക് എന്ത് കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദി വദുഖുറുൻ ലക ഫിസ് സമാ. മനസ്സിലായോ? ഭൂമിയിൽ പ്രകാശവും ആകാശങ്ങളിൽ നിധിയുമാണ് അത് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ആരും ഇതാക്കണ്ട, ഒന്നിനേക്കാൾ താഴെ ആക്കണ്ട. ഖുർആൻ ഓതിയതിനു ശേഷം മതി സ്വലാത്തുകളും ദിക്റുകളും എല്ലാം. ഖുർആൻ ഓതുന്നത് സുബഹിക്ക് ശേഷവും ഏറ്റവും ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹി നിസ്കാരത്തിന് ശേഷമാണ്, പിന്നെ മഗ്രിബിന് ശേഷമാണ്. മഗ്രിബിന് ശേഷമുള്ളതിനെ സംബന്ധിച്ചിട്ട് ഹദീസിൽ വന്നത് എന്താണ്? രാത്രിയിൽ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് റവാഹു ഹാക്കിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ 10 ആയത്തിൻ ഫീ ലൈലത്തിൻ, ആരെങ്കിലും വായിച്ചു ഓതി 10 ആയത്തിൻ 10 ആയത്തുകൾ ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അവനെ അശ്രദ്ധവാന്മാരിൽ അവനെ എഴുതപ്പെടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ തുടക്കത്തിൽ പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ 10 ആയത്ത് ഓതി. ഇതിൽ പറഞ്ഞ് രാത്രിയിൽ ഓതുക എന്നാണ്. മഗ്രിബ് കഴിഞ്ഞാലൊക്കെ രാത്രിയായി. രാത്രിയിൽ 10 ആയത്ത് ഓതിയാൽ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞത്? അവനെ അശ്രദ്ധവാന്മാരിൽ എഴുതുകയില്ല. അത് ഉറങ്ങുന്ന നേരത്ത് 10 ആയത്തുകൾ ഓതിക്കിടന്നാൽ പിന്നെ വേറൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. ഉറങ്ങുമ്പോൾ ഒരു പാപത്തിനും വഴിയില്ല. ആ 10 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ദിക്ർ ചെയ്ത് ഉറങ്ങുന്ന, എപ്പോഴും ദാക്രികളുടെ കൂട്ടത്തിൽ, ഉറക്കത്തിൽ പോലും ദിക്ർ ചെയ്യുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എഴുതപ്പെടുന്നത് മനസ്സിലാവുന്നില്ല. ഏതാണ്? അശ്രദ്ധവാന്മാരിൽ എഴുതപ്പെടുകയില്ല എന്ന് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. ഇനി പല ആളുകളും, ചില ആളുകളൊക്കെ കാണാൻ സാധിക്കും, ഇപ്പൊ യാസീനൊക്കെ നമ്മൾ പലർത്തും ഓതുന്നത് കാണാതെ ഓതുന്നത്. അപ്പൊ നിങ്ങൾ ഖുർആന് എടുത്ത് ഓതിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ കാണാതെ അറിയാം, അതുകൊണ്ട് ഞങ്ങൾ കാണാതെ ഓതുന്നു. എന്തുകൊണ്ടാണ് പറയണെന്ന് അറിയില്ല. ഈ ഓതുന്നവരൊക്കെ കാണാപ്പാടാം ഓതാ അറിയാത്തവരാണെന്നുള്ള ചിന്ത കൊണ്ട്
എനിക്ക് കാണാതൊക്കെ അറിയാന്നുള്ളത് ആ ഒരു ഈഗോ വെച്ചിട്ടാണ് എന്തോന്ന് അറിയില്ലാണ് പലരും പറയണേ. അപ്പൊ ഇവിടെ കണ്ടോതുന്നതിനാണോ കൂടുതൽ സവാബ്, കാണാതെ ഓതുന്നതിനാണോ സവാബ്? ഹദീസ് എന്താ പറയുന്നത് നോക്കാം. മഹാനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് عن عثمان بن عبد الله بن أوس الثقفي رضي الله عنه. ഔസ് സഖഫി റളിയല്ലാഹു തആല അൻഹു അവരുടെ മകൻ അബ്ദുല്ല എന്നവരുടെ മകൻ ഉസ്മാൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അൻ ജദ്ദിഹി അദ്ദേഹത്തിന്റെ പിതാമഹനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറയുന്നത്? ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിറാഅത്തു റജുലി അൽ ഖുർആന, ഒരു പുരുഷൻ അവൻ ഖുർആൻ ഓതുന്നത് ഫി ഗൈറിൽ മുസ്ഹഫി, മുസ്ഹഫ് അല്ലാത്തതിൽ ഖുർആൻ ഓതൽ. ഒരാള് മുസ്ഹഫിലല്ലാതെ ഖുർആൻ, അതായത് നോക്കാതെ കാണാതെ ഖുർആൻ ഓതാണ്. മുസ്ഹഫിലല്ലാതെ ഖുർആൻ ഓതൽ അൽഫു ദറജത്തിന്, അവന് 1000 പദവിയുണ്ട്. 1000 പദവികൾ അവന് ലഭിക്കും കാണാതെ ഖുർആൻ ഓതിയത്. അതായത് മുസ്ഹഫിൽ നോക്കാതെ ഒരാൾ പരിശുദ്ധ ഖുർആൻ, മുസ്ഹഫിൽ നോക്കാതെ ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതാണെങ്കിൽ അവന് 1000 പദവികൾ ലഭിക്കും. എന്നിട്ട് ഹദീസിൽ പറയാണ്, വഖിറാഅതുഹു ഫിൽ മുസ്ഹഫി തദഅഫു അലാ ദാലിക ഇലാ 1000 ദറജ. അവൻ മുസ്ഹഫിൽ വെച്ചുകൊണ്ടുള്ള, മുസ്ഹഫിൽ നോക്കിക്കൊണ്ടുള്ള അവന്റെ ഖുർആനോത്ത് തദഅഫു അലാ ദാലിക ഇലാ 1000 ദറജ, അതിനേക്കാൾ 2000 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ ഖുർആനിൽ നോക്കി ഓതാതെ കാണാതെ ഓതുന്ന, മുസ്ഹഫിലല്ലാതെ ഓതുന്ന ഒരാളുടെ ഓത്തിന് 1000 പദവികളുണ്ട് എങ്കിൽ, 1000 പദവി പ്രതിഫലമുണ്ട് എങ്കിൽ, ഖുർആൻ നോക്കി ഓതുന്ന ആൾക്ക് 2000 പദവി പ്രതിഫലമുണ്ട്. നേരത്തെ ഓതിയതിനേക്കാൾ, ഖുർആൻ നോക്കാതെ ഓതിയതിനേക്കാൾ 2000 മടങ്ങ് പ്രതിഫലം ഏതിനുണ്ട്? മുസ്ഹഫിൽ നോക്കി ഓതുന്നതിനുണ്ട് എന്ന് ആരാ പറയുന്നത്? മുത്തുനബിയാണ് പറയുന്നത്. റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് റിപ്പോർട്ട് ചെയ്തത്? സഹാബി വര്യനാണ് റിപ്പോർട്ട് ചെയ്തത്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല. മനസ്സിലായോ? ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഔസ് അസ്സഖഫി മഹാനവറുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഖുർആൻ നോക്കി ഓതണം. ഖുർആൻ നോക്കി ഓതിയാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഒന്ന് ഖുർആനിലേക്ക് നമുക്ക് ശ്രദ്ധ വരും, അതിലേക്കും ചിന്തിച്ച് ഓതാൻ പറ്റും. 2, ഖുർആൻ നോക്കൽ തന്നെ ഇബാദത്താണ്, ഖുർആൻ സ്പർശിക്കൽ ഇബാദത്താണ്. ഇതെല്ലാം അതിനോടുകൂടെ. ഖുർആൻ ആദരിക്കൽ ഇബാദത്താണ്. അതിനൊക്കെ നേരം കിട്ടും. ചിന്തകൾ അങ്ങോട്ടും കൊണ്ടും പോവാതെ ഇതിലേക്ക് അർത്ഥത്തിലേക്ക് ചിന്തിച്ചിട്ട് ഓതാൻ പറ്റും, അർത്ഥം അറിയണമാണ്. എല്ലാത്തോടും ഖുർആൻ ഓതിക്കൊണ്ട് നല്ലപോലെ ഓതാൻ പറ്റും. പിന്നെ അക്ഷരത്തെറ്റുകൾ വരാതെ ഓതാൻ പറ്റും. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അക്ഷരത്തെറ്റൊക്കെ വരാതെ ഓതാൻ പറ്റും. വല്ല മറയും വന്നാൽ അത് ഖുർആനിൽ മറന്നുകൊണ്ട് ഓതൽ വലിയ തെറ്റുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്നതിൽ കൂടുതൽ പ്രതിഫലം എന്നാണ് മഹാന്മാരെ വിവരിക്കുന്നത്. എന്നാൽ ഒരാൾക്ക്, ചില മഹാന്മാര് പറയുന്നത്, ഒരാൾക്ക് അക്ഷരത്തെറ്റ് വരുന്നില്ല, ഖുർആനിൽ മറതി വരുന്നില്ല, അശ്രദ്ധ വരുന്നില്ല, അതിലേക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ട്, അർത്ഥം ശരിക്കും ചിന്തിച്ചോതാൻ പറ്റുന്നുണ്ട്, ഖുർആൻ മുസാഫ് നോക്കാതെ തന്നെ കാണാതെ ഓതുമ്പോ അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ പ്രതിഫലവും അവർക്കും കിട്ടും. റസൂലുള്ള ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അശ്രദ്ധ വരുന്നത് കൊണ്ടാണ് എന്ന് ചില മഹാന്മാർ പറഞ്ഞവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ ഈ ഹദീസിനെ പിൻബലത്താൽ നമുക്ക് എന്ത് മനസ്സിലാകാം? എത്ര ഖുർആൻ എന്താ പറയാ കാണാതെ അറിയുമെങ്കിലും ഖുർആൻ ഓതുന്നതിന് ഈ 2000 ദറജ പ്രതിഫലമുണ്ട്. മനസ്സിലാവുന്ന നിസ്കാരത്തിലൊഴികെ മനസ്സിലാവുന്ന. അപ്പോ നോക്കാതെ ഓതാൻ പറ്റും, തീർച്ചയായിട്ടും ഓതാൻ പറ്റും. 1000 ദറജ അങ്ങനെയാണ് കേട്ടാ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഓതണം. ഖുർആൻ ഓതുമ്പോൾ അദബ്, ബാഹ്യമായിട്ടുള്ള കുറച്ച് അദബുകൾ, 5 അദബുകളുണ്ട്. ആന്തരികമായിട്ടുള്ള 5 അദബുകളുണ്ട്. ഈ അദബുകളോടുകൂടി ഖുർആൻ ഓതാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് മൊത്തം തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നെന്താണ്? ഖുർആൻ ഓതുന്ന വുളു ഉണ്ടായിരിക്കണം. വലിയ അശുദ്ധിയിലും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം, അത് മറ്റൊരു വിഷയം. ഖുർആൻ കാണാതെ ഓതുന്ന ആൾക്ക് വലിയ അശുദ്ധിയിൽ നിന്നും അയാൾ ശുദ്ധിയാക്കണം,
ചില ആള് വലിയ വലിയ ആളുകള് അവര് പ്രായപൂർത്തി ആയതിനു ശേഷവും ചില കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ എന്നോട് പലരും പറഞ്ഞു, ഉസ്താദെ ഇന്ന കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്, കോളേജിന്റെ പേരൊന്നും ഞാൻ പറയണില്ല. അപ്പൊ ഇന്ന കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്, പഠിക്കുന്ന ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങളെ കൊണ്ട് ഖുർആൻ ഓതി പലപ്പോഴും എനിക്ക് വലിയ ശുദ്ധിയാവും. ഒരാളല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. വലിയ ശുദ്ധിയാവുമ്പോഴും ഞാൻ പറയും വലിയ ശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു. പഠിക്കുന്നതിന് കുഴപ്പമില്ല, ഓതിക്കോളി എന്ന് പറയും. അങ്ങനെയല്ല, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട്, ഞാനൊക്കെ പഠിച്ചതനുസരിച്ചിട്ട് വലിയ കുട്ടികളൊക്കെ ഓതുമ്പോൾ എന്ത് വേണം? ചെറിയ കുട്ടികൾക്കും ഒക്കെ, വലിയ കുട്ടികളൊക്കെ ഓതുമ്പോൾ ഒക്കെ ശുദ്ധി വേണം. വലിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ ഓതാതിരിക്കണം, ഓതരുത്. വലിയ ശുദ്ധി ഉണ്ടാവുമ്പോൾ മനസ്സിലാവുക. ചെറിയ ശുദ്ധി ഉണ്ടാവുമ്പോൾ ഖുർആൻ സ്പർശിക്കുകയും ചെയ്യരുത്. ചെറിയ കാരണം അതങ്ങനെയാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ ഔ കമാ ഖാല. ആ ശുദ്ധിയുള്ളവരാണ്, ആ ശുദ്ധിയോട് കൂടിയ തൊടാൻ പാടുള്ളൂ. അതാണ് ശാഫിഈ മദ്ഹബ് മഹാന്മാർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് എപ്പോഴും ഖുർആന്റെ സാധാരണ ഒരു ഗ്രന്ഥം പോലെ നമ്മൾ മനസ്സിലാക്കരുത്. അതുകൊണ്ട് നമ്മളൊക്കെ പണ്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന അറബിക്ക് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അവിടുത്തെ ഉസ്താദന്മാരൊക്കെ അവിടുത്തെ ക്ലാസ്സിൽ ഒരു ഖുർആൻ വെക്കാൻ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. കാരണം ഖുർആന് സാധാരണ പുസ്തകങ്ങളെ കൂടെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവരുന്ന കാരണത്താൽ അങ്ങനെ ഉണ്ടാവരുത് വെച്ചിട്ട് ഖുർആനൊക്കെ ഇവിടെ സൂക്ഷിക്കാന്ന് പറയും. ഇവിടുത്തെ എടുത്തിട്ട് പോകാന്ന് പറയും. ഖുർആനെ വളരെയധികം സൂക്ഷിച്ചാൽ, ആദരിച്ചാൽ നമ്മളെ അല്ലാഹു ആദരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ വലിയ ശുദ്ധിയോട് കൂടിയിട്ട് ഖുർആൻ പഠിക്കാൻ വലിയ ആൾക്കാർക്ക് പറ്റൂല. വലിയ ശുദ്ധി ഇല്ലാത്ത ടൈമിൽ പഠിച്ചാൽ മതി. കേട്ടോളി കുഴപ്പമില്ല, കേട്ട് മനോഗതം ചെയ്ത് പഠിച്ചോളി അതോട് കൂടിയിട്ട്. പക്ഷെ പറയേണ്ടത് മാത്രമേ ഉള്ളൂ. കേട്ട് പഠിക്കാലോ ഖുർആൻ തൊടാതെ നോക്കിയിട്ട് പഠിക്കാലോ. ഖുർആൻ തൊടണ്ട, നോക്കി പഠിച്ചോ. മൊബൈലിലാണെങ്കിലും മൊബൈൽ വാൾപേപ്പറിൽ ഖുർആൻ വന്നു കഴിഞ്ഞാൽ തുടങ്ങി ഒന്ന് വേണോ? പലരും മൊബൈലിൽ തൊടുമ്പോ ഒന്നുമില്ലാതെ പറ്റൂല. ഇനി ഖുർആൻ വലിയ ശുദ്ധിയൊന്നുമില്ല, ശുദ്ധിയാണ്. പക്ഷെ ചെറിയ ശുദ്ധിയോട് കൂടി ഖുർആൻ ഒന്നുമില്ലാതെ ഓതാൻ പറ്റുമോ? ഒതോടുകൂടി ഓതലാണ് അതബ്. അതാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് അതബ്? ഒതു എടുത്ത് ഖിബലക്ക് അഭിമുഖമായി ഇരുന്ന് വളരെ ആദരവോടുകൂടി, ഞാൻ പരിശുദ്ധ ഖുർആനാണ് ഓതുന്നതിനുള്ള ആ ആദരവും ബഹുമാനത്തോടു കൂടി ഖുർആൻ ഓതണം. ഇത് ഒന്നാമത്തെ അതബ്. രണ്ടാമത്തത് തജ്വീദോട് കൂടി, തജ്വീദും തർത്തീലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മിതമായ വേഗതയിൽ ഖുർആൻ ഓതണം. വല്ലാത്ത സ്പീഡിൽ എന്ത് ചെയ്യരുത് ഖുർആൻ ഓതണം. വളരെ പതുക്കുക ആവരുത്. മനസ്സിലാവുന്ന ഏന്തി വലിഞ്ഞ് അങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി മിതമായ വേഗതയിൽ പരിശുദ്ധ ഖുർആൻ. വല്ലാതെ ശബ്ദം ഇടാൻ പാടില്ല. അതുപോലെ തന്നെ വല്ലാതെ ശബ്ദം പറ്റ കുറക്കും ചെയ്യണം. നമുക്കെങ്കിലും കേൾക്കുന്ന വിധത്തിൽ ഓതുക. മനസ്സിലായോ? മൂന്നാമത്തത് എന്താണ്? റഹ്മത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ സന്തോഷത്തോടു കൂടി ഓതുക, സന്തോഷം പ്രകടിപ്പിക്കുകയും നമുക്ക് ആ റഹ്മത്തുകൾ, ആ ഞാമത്തുകൾ കിട്ടിയതാണെങ്കിൽ അള്ളാഹു ശുക്ർ ചെയ്യുകയും ചെയ്യാം. ആയത്ത് ഓതിക്കാൻ അൽഹംദുലില്ലാഹ് ശുക്രിയ എന്നിട്ട് അടുത്തായപ്പോ. അതുപോലെ തന്നെ ഭയപ്പെടുത്തി അറിയിച്ചുള്ള അള്ളാന്റെ അദാബുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ജനതക്ക് അദാബ് ഇറങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ഖുർആൻ ഓതുമ്പോൾ, ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ വളരെയധികം അതിലുള്ള ഒരു ഭയപ്പാട് നമ്മളുള്ളിൽ ഉണ്ടാക്കുകയും അതുപോലെ ആ അദാബിൽ തൊട്ട് അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, നമ്മൾ അഭയം തേടുകയും ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബാദികൾക്ക്, എല്ലാ മോമിനികൾ മോമിനാത്തുകൾക്ക്, മുസ്ലിമത്തിന് മൊത്തം അതിനെ തൊട്ട് അദാബുകൾ തൊട്ട് അള്ളാഹിനോട് അഭയം തേടും. അതുപോലെ തന്നെ മറ്റ് ഇതര മതത്തിലുള്ളവർക്കും അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ദുആ ചെയ്യൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മൊത്തത്തിൽ അദാബിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ആ അദാബിന് അഭയം തേടൽ അദബാണ്. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് വരുമ്പോ സുജൂദ് ചെയ്യൽ അദബാണ്. അതല്ലെങ്കിൽ തസ്ബീഹ് ഹംദ് കൂടിയത് എങ്കിലും ചൊല്ലണം. ചില ഭാഗത്ത് സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നെങ്കിലും 5 പ്രാവശ്യം അല്ലാഹു തആലാന്റെ ആ ഔദിത്യത്തെയും മഹത്വത്തെയും ഗ്രഹിച്ചുകൊണ്ട്, ആ അള്ളാഹിന്റെ പരിശുദ്ധാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹിന്റെ ഹൗറക്കൂത്തുകൊണ്ട് ഇത് 5 പ്രാവശ്യം എന്നെങ്കിലും എന്തിനും ചൊല്ലണം. അങ്ങനത്തെ ഒരു ഘട്ടം വരുന്നുണ്ട്. സുജൂദ് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളിലോ മറ്റുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അഞ്ചാമത്തത് എന്താണ്? അപ്പോ നാലാമത്തത് എന്താണ്? ലോകമാന്യത. അതായത് ലോകമാന്യതക്കോ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുമെന്നോ സാധ്യതയുണ്ടെങ്കിൽ പതുക്കെ.
അതായത് ഉറക്കെ ഓതിക്കഴിഞ്ഞാൽ എനിക്കൊരു ആൾക്കാർ കേൾക്കണമെന്നുള്ള ചിന്ത വരും. ആളുകളുടെ ഇടയിൽ കുറച്ച് നല്ല രീതിയിൽ ഓതാൻ തോന്നും. അങ്ങനെ റിയാവ് വരാൻ സാധ്യതയുണ്ട്, ലോകമാന്യത വരാൻ സാധ്യത, അങ്ങനെ എന്റെ പ്രതിഫലം പോവാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ മറ്റുള്ളവർ എന്റെ ഓത്ത് കേൾക്കുമ്പോൾ എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉത്തമം പതുക്കെ ഓതലാണ്. ആൾക്കാർ കേൾക്കാൻ ഓതിയാൽ മതി, അള്ളാന്റെ പ്രതിഫലം കിട്ടുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഉറക്കൊരു മിതമായ ശബ്ദത്തിൽ ഓതാൻ പറ്റും, വല്ലാതെ ഓതാനില്ല. മനസ്സിലാവും. അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ എന്താണ്? മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന നിന്റെ ശബ്ദം ഉയരുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ട്. ഞാൻ ഉറക്കോതുമ്പോൾ വേറെ ആൾക്ക് പ്രയാസമാണ്, ഒരാൾ അവിടെ ഉറങ്ങുന്നുണ്ട്, അയാളുടെ ഉറക്കം പ്രയാസം അല്ലെ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാണെങ്കിലും എന്ത് ചെയ്യണം? അവന് പതുക്കെ ഓതലാണ് ഉത്തമം, ഉറക്കോതലുള്ള ഉത്തമം. മനസ്സിലാവുന്ന? പിന്നെന്താണ്? അപ്പൊ അതാണ് നാലാമത്തെ കാര്യം. ഇത് രണ്ടെണ്ണമാണ്. അഞ്ചാമത്തെ കാര്യം എന്താണ്? ഈണത്തിൽ ഓതൽ. അത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ, നല്ല ലഹനില്, ഈണത്തിൽ ഓതൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നല്ല ഈണത്തിലായിരിക്കണം നമ്മൾ ഓതേണ്ടത്, ഈ അതബോട് കൂടിയിട്ട്. അപ്പൊ ഈണത്തിൽ ഓതാം. അത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമ നിൽക്കുമ്പോ ഈണത്തിൽ ഓതൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള നീയത്തിലാണ് നീ ഇമാമ നിൽക്കുമ്പോൾ ഉറക്കെ ഈണത്തിൽ ഓതുന്നതെങ്കിൽ തീർച്ചയായും അത് സ്തുത്യർഹമാണ്. ജനങ്ങളെ കാണിക്കലല്ല നിന്റെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആൻ കേട്ടത് കൊണ്ട് ആളുകൾക്ക് ഒരു ഹിദായത്തോ അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു അള്ളാഹനെ ഓർക്കലോ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകമാന്യതൊന്നും വരുന്നില്ല എങ്കിൽ നിനക്ക് ഉറക്കുവാതാം. അതാണ് അവിടെ ഉത്തമം. അതൊക്കെ അദബെന്നാണ്. ഇനി ആന്തരികമായ 5 അദബുണ്ട്, അതുകൂടി പറഞ്ഞു നിർത്താം. ഏതാണ് ആന്തരികമായ അദബുകള്? ഒന്ന്, പരിശുദ്ധ ഖുർആന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ മഹത്വമുള്ളത്. ഇവിടെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും മഹത്വമുള്ള, അള്ളാന്റെ അടുക്കൽ ഓതൽ സ്ഥാനമുള്ള, പാരായണം ചെയ്യൽ സ്ഥാനമുള്ളതും അള്ളാന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുള്ളതും, ഈ ലോകത്ത് ഇന്നേ വരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമമായതും മഹത്വമുള്ളതും ഏറ്റവും എന്താ പറയാ അങ്ങനത്തെ ഉന്നതമായ ഒരു ഗ്രന്ഥമാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഞാൻ ഓതുന്നൊരു മഹത്വം. ആ ഖുർആനോടുള്ള പരിശുദ്ധ ഖുർആന്റെ മഹത്വം ഒരു മനസ്സിലുണ്ടായി. 2, ഈ പരിശുദ്ധ ഖുർആൻ ആരുടെ കലാമാണോ അവന്റെ ഗാംഭീര്യതയും മഹത്വം ഉണ്ടായി. സൃഷ്ടാവായ അള്ളാഹുവിന്റെ കലാമാണ്, അവൻ എന്നോട് സംസാരിക്കണം, അള്ളാന്റെ കലാമാണിത് എന്നുള്ള അള്ളാഹിനോടുള്ള അള്ളാന്റെ ഗാംഭീര്യതയും അവന്റെ ഗാംഭീര്യതയും മഹത്വവും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് പരിശുദ്ധ ഖുർആൻ ഓതുന്നു. അള്ളാഹിനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹിന്റെ കുർബ് എനിക്ക് കിട്ടും. അവന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അള്ളാഹുവിന്റെ സാമീപ്യം എനിക്ക് കിട്ടും, എനിക്ക് അവനോട് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഓതുന്ന തുടക്കത്തിൽ പടച്ചോനെ എന്റെ കൈ പരിശുദ്ധ ഖുർആനിന്റെ തൗഫീഖ് കൊണ്ട് ഓതാൻ പോകുന്നു, ഇതിന് നിന്റെ മഹത്തായ ഫദ്ലിനോട് കബൂൽ ചെയ്യണമേ അല്ലാഹ്. എന്റെ പാപങ്ങളെല്ലാം പുറത്തു വരികയും എന്റെ പാപങ്ങളെ കറകളെല്ലാം കഴുകി വൃത്തിയാക്കി തരികയും എല്ലാ വഴികേടുകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുകയും അള്ളാഹുവെ നീ എന്നെ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യണമേ. ഇത് എന്നിൽ നിന്ന് സ്വർഗത്തിലൂടെ സൽക്കർമ്മമായി നാളെ സ്വർഗത്തിന്റെ ലിഖായിലേക്കുള്ള സൽക്കർമ്മമായി നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് കബൂൽ ചെയ്യണം. ഈ പരിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിച്ചിന്റെ പൊരുത്തകരസ്ഥാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യണം എന്നൊക്കെയുള്ള ദുആ ഉണ്ടാവും. അദബാണ്. മനസ്സിലാവും. 3-മത്തത്, ഖൽബിനെ മോശമായ ചിന്തകളിൽ നിന്നും വസ്വാസുകളിൽ നിന്നും ശുദ്ധമായി വെക്കുക. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മറ്റുള്ള മോശമായ ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സംശയം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാന്റെ കലാമാണ്, ഇതിൽ പറഞ്ഞതൊക്കെ സത്യം തന്നെ, അതിനെ അങ്ങനെ വിശ്വസിച്ചിരിക്കും. അതിന് ഒരു തെളിവിന്റെയും ആവശ്യമില്ല, ഒരു ബുദ്ധിയുടെയും ആവശ്യമില്ല. അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ റസൂല് എന്താണോ ഞങ്ങളോട് പറഞ്ഞു തന്നത് അത് തന്നെയാണിത്. ഇത് അള്ളാന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാന്റെ ഖുർആനാണിത്. ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. യഖീനുവാ. സംശയമോ സുവാസോ ഉണ്ടാവാൻ പാടില്ല. ചീത്ത ചിന്തകൾ മനസ്സിൽ വരാതെ സൂക്ഷിക്കും. 5-മത്തത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഓതണം. നാവെന്റേതാണെങ്കിലും കലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്, അള്ളാഹുവിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. അള്ളാഹിന്റെ തൗഫീഖാണ്. അള്ളാഹിൽ നിന്ന് കേൾക്കുന്നത് പോലെ ചുരുങ്ങിയത് അള്ളാഹിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഓതണം. അള്ളാഹു സുബ്ഹാനഹു വ തൗഫീഖ്. പരിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിച്ച് മരിക്കാൻ നാളെ ഖബറിൽ അൽ ഖുർആൻ ഇമാമി എന്ന് സധൈര്യം തൗഫീഖുകളോടുകൂടി സന്തോഷത്തോടുകൂടി പറയുവാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നമ്മളെ അവരെ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആന്റെ ഇസ്താഖും ഫഹ്മും നൽകിയാൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഖുർആനികമായ ജീവിതം നൽകിയാൽ നമ്മൾ അനുഗ്രഹിക്കും. ഖുർആനികമായ സ്വഭാവം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ.
നമ്മൾ മശായിഖന്മാർ ഉസ്താദന്മാരെ അനുഗ്രഹിച്ചു കൊടുത്തു. അള്ളാഹു തആല നമ്മുടെ മശായിഖന്മാർ ഉസ്താദന്മാരുടെ പദവികൾ ഉയർത്തട്ടെ. അള്ളാഹു തആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തും കാരണത്തും അവരെ പിൻപറ്റിക്കൊണ്ട് ജീവികൾ കൊണ്ട് അവരുടെ മില്ലത്തിലായി മരിക്കൽ കൊണ്ട് അള്ളാഹുടെ തൃപ്തി കൊണ്ട് സ്വർഗം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നരകശിക്ഷ നമ്മളെവനും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള വിപത്തുകൾ അള്ളാഹു താല നാട്ടിൽ നിന്ന് ദൂരീകരിക്കട്ടെ. അള്ളാഹു താല വയനാട്ടില് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. അവർക്ക് അതിലും ഉന്നതമായ ഭാവി നൽകിക്കൊണ്ട് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല മുസ്ലിമീങ്ങൾക്ക് വിശ്വാസികൾക്കും കാമിലായ മഹഫറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു താല ഇനി അള്ളാഹു താല അങ്ങനത്തെ പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ട് നമ്മുടെ കേരളക്കാരെല്ലാവരെയും അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ പ്രകൃതി ക്ഷോഭങ്ങളെ അള്ളാഹു താല നമ്മളെ തൊട്ട് ദൂരീകരിക്കട്ടെ. അള്ളാഹു താല കേരള ജനതയെ മൊത്തം അള്ളാഹു താല വെള്ളപ്പൊക്കങ്ങളെ തൊട്ടും ഉരുൾപൊട്ടലുകളെ തൊട്ടും മറ്റു പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കും. അള്ളാഹു താല റഹ്മത്തും ബർക്കത്തും കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അവന്റെ ഭാഗത്തുള്ള സഹായികളെ കൊണ്ട് നമ്മൾക്ക് അള്ളാഹു താല നമ്മളെ ഏവരെയും സംരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. وفضل امري الى الله ان الله بصير بالعباد حسبنا الله ونعم الوكيل نعم المولى ونعم النصير غفرانك ربنا واليك المصير ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون السلام عليكم الحمد لله. السلام عليكم ورحمة الله وبركاته.